കർണാടകയിൽ കെ ശിവകുമാർ മുഖ്യമന്ത്രിയായതോടുകൂടി ബി.ജെ.പിക്ക് ശനിദശ തുടങ്ങിയിരിക്കുകയാണ്. കർണാടകയിൽ കോൺഗ്രസ് വമ്പൻ മുന്നേറ്റം നടത്തുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി ബി.ജെ.പിക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്ത വിധം കോൺഗ്രസ് കർണാടകയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ചില സുപ്രധാന വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട്. കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി JDS പ്രതിപക്ഷ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകിയാണ് ഭരണകക്ഷിയായ കോൺഗ്രസിന് വൻ വിജയം ലഭിച്ചിരിക്കുന്നത്. ആകെയുള്ള 7 സീറ്റുകളിൽ 5ഉം കോൺഗ്രസ് തൂത്തുവാരിയപ്പോൾ ബി.ജെ.പിക്ക് 2 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. ബി.ജെ.പി JDS ക്യാമ്പുകളിൽ നിന്നുണ്ടായ കൂട്ടായ ക്രോസ് വോട്ടിംഗ് ആണ് കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായ 5ാം സീറ്റ് വിജയത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇതോടെ പ്രതിപക്ഷ സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ പരസ്യമായിരിക്കുകയാണ്. മാറി വോട്ട് ചെയ്ത MLA-മാർക്കെതിരെ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ബി.ജെ.പി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട 140 വോട്ടുകളേക്കാൾ 11 വോട്ടുകൾ അധികം നേടി ആകെ 151 വോട്ടുകളോടെയാണ് കോൺഗ്രസ് 5 സീറ്റുകളിലും മിന്നും വിജയം ഉറപ്പിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ തിപ്പണ്ണപ്പ കംക്നൂർ, PV മോഹൻ, BK ഹരിപ്രസാദ്, ശിവണ്ണ BS, വിനയ് കാർത്തിക് പ്രകാശ് എന്നിവർ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ ബി.ജെ.പിയുടെ ലിംഗരാജ് പാട്ടീൽ, രഘു R എന്നിവർ ബാക്കി 2 സീറ്റുകൾ സ്വന്തമാക്കി. ബി.ജെ.പിക്ക് കർണാടകയിൽ ഇത് വലിയ തിരിച്ചടിയായാണ് കണക്കാക്കുന്നത്. എന്നാൽ ബി.ജെ.പിയുടെ പിന്തുണയോടെ 1 സീറ്റിൽ മത്സരിച്ച JDS സ്ഥാനാർത്ഥി ഗോവിന്ദരാജു ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ ക്യാമ്പിൽ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർന്നിരിക്കുന്നത്. തങ്ങളുടെ പാർട്ടിയിൽ നിന്നും സഖ്യകക്ഷിയിൽ നിന്നും ആരെല്ലാമാണ് മാറി വോട്ട് ചെയ്തത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് കർണാടക ബി.ജെ.പി അധ്യക്ഷൻ തന്നെ പറയുന്നു. ഇന്നലെ ആരാണ് ക്രോസ് വോട്ട് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ എന്റെ പക്കലുണ്ട്. JDSന്റെ 6ഓ 7ഓ MLA-മാരും ബി.ജെ.പിയിൽ നിന്ന് കുറഞ്ഞത് 5ഓ 6ഓ MLA-മാരും മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി ലൈൻ ലംഘിച്ച് വോട്ട് ചെയ്ത സ്വന്തം MLA-മാരോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് ബി.ജെ.പി അധ്യക്ഷൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ബി.ജെ.പി മറ്റു പലയിടങ്ങളിലും ഇതുപോലെ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി അധികാരം പിടിക്കാനും മറ്റു പാർട്ടികളെ പിളർത്തി തങ്ങളുടെ പക്കലേക്ക് MLA-മാരും MP-മാരെയും വരുതിയിലാക്കാനും ശ്രമിക്കുമ്പോൾ കർണാടകയിൽ ബി.ജെ.പിക്കുള്ളിൽ തന്നെ വലിയ പടയൊരുക്കം എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് അധികാരം കിട്ടില്ല എന്ന് പറയുന്ന ആളുകളും കർണാടകയിലുണ്ട്.